എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ദൈവം തന്ന ഈ പുതിയ ആഴ്ചയിൽ കർത്താവിൽ ബലപ്പെടാൻ, കൂടുതൽ കർത്താവിൽ ആശ്രയിപ്പാൻ, കർത്താവിൽ വിശ്വസിപ്പാൻ ദൈവം നമുക്ക് കൂടുതൽ കൃപ തരട്ടെ. ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ചെളിവെള്ളമുണ്ട്, അത് പാഴാക്കി കളയരുത് എന്നൊരു ചൊല്ലുണ്ട്. അതായത് അഴുക്ക് വെള്ളം ആ ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ്. എന്നാൽ അതിനെ വേണ്ടെന്ന് പറയരുത്. ഇതുപോലെ നമുക്കെതിരെ വരുന്ന കുറേ നെഗറ്റീവ് കാര്യങ്ങൾ അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. വിമർശനങ്ങൾ, സകല തിന്മയും കളവായി പറയുമ്പോൾ തുള്ളിച്ചാടുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം അധികമാണ് എന്ന് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ മാത്രം പ്രതിഫലം കിട്ടാനാണോ നമ്മൾ ഈ കഷ്ടങ്ങൾ സഹിക്കുന്നത്? അല്ല. ഈ ഭൂമിയിൽ ദൈവം നമ്മെ സ്ട്രോങ് ആക്കി മാറ്റുന്നത് നമ്മൾ കടന്നു പോകുന്ന ചില പ്രയാസങ്ങളാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന ദൈവവചനം പോലെ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവികളും വളരെ ത്യാഗപരമായി പ്രശ്നങ്ങളെ നേരിട്ടാണ് അതിജീവിച്ച് ജീവിക്കുന്നത്. പ്രശ്നങ്ങളെ അതിജീവിക്കുകയാണ് അവർ. ഉദാഹരണത്തിന് നമ്മൾ പറയില്ലേ, കാട്ടിലെ സിംഹം. കാട്ടിലെ സിംഹത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും ഈ ഇടയായിട്ട് അത് കണ്ടപ്പോഴാണ് സങ്കടം വന്ന്. എത്ര കാട്ടുപോത്താണ് ഈ സിംഹത്തെ കുത്തി കൊല്ലുന്നത്. അവൻ്റെ പിടുത്തത്തിൽ തെറ്റിപ്പോയ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഇവൻ പെടും. ആന കുത്തി കൊല്ലുന്നു. കാട്ടിലെ രാജാവാണ് പോലും. അവരെല്ലാം എന്തിനു വേണ്ടിയാണ് ഈ ആനയും ഈ പോത്തിനെ എല്ലാം പിടിക്കുന്നത്? അവർക്കതൊരു ഹോബിയല്ല, അവർ വിശന്നിട്ടാണ്. നന്നായിട്ട് വിശക്കുമ്പോഴേ ഇവരെ ഇതെല്ലാം ചെയ്യുള്ളൂ. ഇവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്. അവർ ദൈവത്തിൻ്റെ വഴിയിലാണ്. അപ്പോൾ തന്നെ അവർ വളരെയധികം പ്രശ്നങ്ങളിലാണ്. അവർക്ക് ഈ കാട്ടുപോത്തിനെ പിടിക്കുമ്പോൾ തന്നെ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്ക് ഭയങ്കര ബലമാണ്, അതിൻ്റെ ശക്തി ഭയങ്കരമാണ്. ഒരു ആന ഒരു സിംഹത്തിൻ്റെ പുറത്ത് തലകറങ്ങി വീണ സിംഹം ചത്തുപോകും. കാരണം ആ സിംഹത്തേക്കാൾ 100 മടങ്ങ് ഭാരമാണ് ആനയ്ക്ക്. അത്രയും വലിപ്പമുള്ള ജീവിയാണ്. അപ്പോൾ ഈ സിംഹത്തിന് അതിജീവിക്കണമെങ്കിൽ, കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ഉഴപ്പൻ സിംഹം പട്ടിണി കിടന്ന് ചാകത്തേ ഉള്ളൂ. ഒരിക്കൽ ഈ എവിടെയാ മൂന്നാറിൽ ഒരിക്കലൊരു സ്ത്രീയെ ഒരു പുലി പിടിച്ചു, ഒരു കടുവ. എന്നിട്ട് കൊല്ലാൻ പറ്റുന്നില്ല, പിടിക്കാനേ പറ്റുന്നുള്ളൂ. ഒറ്റ പല്ല് വായിലില്ല, കയ്യിലെ നഖവുമില്ല, പ്രായമായി, പല്ലുകളും കൊഴിഞ്ഞു, നഖവും പോയി. ഈ സ്ത്രീയെ തടുത്തുകൂട്ടി പിടിച്ചു വെച്ചേക്കാണ് ഒരു കുഴിയിൽ. അപ്പോൾ കൂടെ വന്ന സ്ത്രീ ഒരു വെട്ടുകത്തി ഈ സ്ത്രീയുടെ കയ്യിലോട്ട് കൊടുത്തു. ആ സ്ത്രീ കുഴി കിടന്നുകൊണ്ട് തന്നെ ഈ കടുവയെ വെട്ടിക്കൊന്നു. വേറെ മാർഗവുമില്ല, പുറത്തു വരാൻ വേറെ മാർഗവുമില്ല. അതിന് ഫോറസ്റ്റ് അധികൃതർ കേസെടുത്തെന്നൊക്കെയാണ് അറിയുന്നത്. ആർക്കെതിരെ? സ്ത്രീക്കെതിരെ. പല്ലുമില്ല, നഖവുമില്ല. ദൈവം നമുക്ക് ചിലതിനെയൊക്കെ നേരിടാൻ പല്ലും നഖമൊക്കെ തന്നിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് അതിജീവനം നഷ്ടപ്പെടും. നമുക്ക് ജീവിച്ചിരിക്കുവാൻ ചിലതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെതിരെ ചെളി വാരി എറിയുമ്പോൾ, നമുക്കെതിരെ അനാവശ്യങ്ങൾ പറയുമ്പോൾ, ഇതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തിയും കൂടി തന്നിട്ടാണ് ദൈവം നമുക്ക് ഇതെല്ലാം അനുവദിച്ചത്. ദൈവം അറിയാതെ ഒരു മുടി പോലും കൊഴിയുന്നില്ല. അതുകൊണ്ട് വിമർശനങ്ങളെ സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കുക. ആ ചെളി നമ്മുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന യേശുവിനെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ,
സൃഷ്ടികളിൽ ഞാൻ കണ്ടു നീ കരവിരുത അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണ്ണതയോ പകരം എന്തോ നൽകും ഞാനിനി നന്ദിയാലെന്നു വാഴ്ത്തിടും സൃഷ്ടാവേ പകരം എന്തോ നൽകും ഞാനിനി നന്ദിയാലെന്നു വാഴ്ത്തിടും സൃഷ്ടാവേ ആടിപ്പീണരിൽ കണ്ടു സ്നേഹത്തെ അത്ഭുതമാം നിൻ പൂർണ്ണതയെ ആടിപ്പീണരിൽ കണ്ടു സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു താതനാൻ പകരം എന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു താതനാൻ നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി പകരം എന്തോ നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനാൻ പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനാൻ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലുണ്ടായ ഒരു വലിയ അത്ഭുതത്തിൻ്റെ പിന്തുടർച്ചയായി പത്രോസ് ഇടവിടാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിക്കകത്താണ്. പ്രസംഗം തകർത്ത് മുന്നോട്ട് പോവുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ ജനങ്ങളെല്ലാം ആ മുടന്തൻ്റെ സൗഖ്യവും ഈ പ്രസംഗവും കേട്ട് അമ്പരന്ന് നിൽക്കുമ്പോൾ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം. 1-ാം വാക്യം. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. ജനത്തെ ഉപദേശിക്കുന്നത് കൊണ്ട് നീരസപ്പെട്ടു. കാരണം ഈ സാധുക്യരും ഈ പരീശന്മാരും മഹാപുരോഹിതന്മാരുടെയും പ്രധാന ജോലി ഉപദേശിക്കലാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നന്നായിരിക്കണം, നന്നായിട്ട് ജീവിക്കണം. ഇവരാണ് യേശുവിനെ ക്രൂശിച്ചത്. അപ്പോൾ
ഇവരുടെ ജോലി ഹൃദയം മുഴുവനും ശവക്കോട്ടയുടെ ഉള്ളിലെ പോലെ, ശവക്കല്ലറയുടെ ഉള്ളു പോലെയാണ്. പുറമെ വെള്ള തേച്ച കുഴിമാടം പോലെയാണ്, മാർബിള് പോലെയാണ് പുറമെ അവരുടെ വസ്ത്രവും നടപ്പും എല്ലാം. എന്നാൽ ഉപദേശിക്കുവാൻ പത്രോസും യോഹന്നാനും എഴുന്നേറ്റ് നിൽക്കുന്നതും ജനങ്ങളെല്ലാം ഇതിരുന്ന് കേൾക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് നീരസമുണ്ടായി, ഇഷ്ടക്കുറവുണ്ടായി. 2, മരിച്ചവരുടെ പുനരുത്ഥാനം യേശുക്രിസ്തുവിന്റെ ദൃഷ്ടാന്തത്താൽ തെളിയിച്ചു. അതിൻ്റെ അർത്ഥം ഇവരും യേശുക്രിസ്തുവിലൂടെയുള്ള മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രസംഗം പത്രോസിൽ നിന്ന് കേട്ടു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവിടെ മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുക്രിസ്തുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാൽ നീരസപ്പെട്ടു. അടുത്തത്, അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. അവരെ തടവിലാക്കിയില്ല, കാവലിലാക്കി. അവരെ പിടിച്ചു വെച്ചു. സന്ധ്യ ആയതുകൊണ്ട് നേരം വെളുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞ് കാവലിലാക്കി. 4, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. ഇതിനിടയിൽ ഈ പ്രസംഗം, ഒന്നാമത്തെ പ്രസംഗം 3000-എങ്കിൽ രണ്ടാമത്തെ പ്രസംഗത്തോടുകൂടി പുരുഷന്മാരുടെ എണ്ണം മാത്രം 5000-ഓളമായി. അതിൻ്റെ അർത്ഥം സ്ത്രീകൾ, കുട്ടികൾ അടങ്ങുന്ന ഒരു 10-30,000 പേരുടെ ഒരു വലിയ സമൂഹമായി ഇതാ ദൈവസഭ മാറുന്നു. യെരുശലേമിൽ വലിയൊരു മൂവ് ഉണ്ടാകുന്നു. ആ കാലത്ത് ജനസംഖ്യ വളരെ കുറവുള്ള സമയത്ത് യെരുശലേമിൻ്റെ നല്ലൊരു ശതമാനം ആൾക്കാർ വിശ്വാസത്തിലേക്ക് വരികയാണ്. മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും സദൂക്യരുടെയും വാക്കുകൾ കേട്ടിരുന്ന പലരും ഇപ്പോൾ വിശ്വാസത്തിന് അധീനരായി മാറി യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു. ഒരു മുടന്തന്റെ സൗഖ്യം ഇതാ സഭാവളർച്ചയ്ക്ക് വലിയ കാര്യമായി. ചില വിടുതലുകൾ, ചില സൗഖ്യങ്ങൾ അനേകരുടെ മുൻപിൽ വിശ്വാസമുളവാകാൻ കാരണമായി തീരും. അതുകൊണ്ട് ഇന്നത് കേൾക്കുന്ന ഓരോ വീടുകളിലും വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എഴുന്നേൽപ്പ്, നിങ്ങളുടെ സൗഖ്യം, വർഷങ്ങളായിട്ട് കാണാത്ത മറുപടികൾ അനേകരെ വിശ്വാസത്തിലേക്ക് തിരിക്കുന്ന അത്ഭുതമാകട്ടെ. അയനിയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പത്രോസ് വീട്ടിൽ ചെന്നിട്ട്, അയനിയാസെ, താനായിട്ട് തന്നെ എഴുന്നേറ്റ് കിടക്ക വിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ചാടി എഴുന്നേറ്റ് 8 വർഷമായിട്ട് തളർന്നു കിടക്കുകയാണ്. ഈ വാർത്ത ലുദ്ദയിലും ഷാരോനിലും 2 പ്രദേശത്തുള്ളവർ അറിഞ്ഞിട്ട് അവർ കർത്താവിലോട്ട് തിരിഞ്ഞു. ഒരത്ഭുതം 2 പ്രദേശത്തെ തൊട്ടു. ഇതാ ഒരത്ഭുതം, ആ പള്ളിയിൽ കൂടിയ എല്ലാവരും കർത്താവിലോട്ട് തിരിയുകയാണ്. പ്രതിസന്ധികൾക്ക് തൊടാൻ കഴിയാത്ത ശക്തിയും ദൈവപ്രവൃത്തിയുമാണ് നമ്മൾ ഇവിടെയെല്ലാം കാണുന്നത്. 4-ാം വാക്യം, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. അടുത്തത്, പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ അന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി. ചോദ്യം 7-ാം വാക്യത്തിൽ, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തതെന്ന് ചോദിച്ചു. നിങ്ങളത് ചെയ്തു എന്നവർ സമ്മതിച്ചു. ഏത് ശക്തി കൊണ്ടാണ്, ഏത് നാമത്തിലാണ്? അപ്പോൾ ഒരു കാര്യം അവർക്ക് ഉറപ്പാണ്, ഏതോ ഒരു നാമത്തിൽ, ഏതോ ഒരു ശക്തി കൊണ്ട് മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യം നടന്നിട്ടുണ്ട്. അതേത് ശക്തി കൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയണം. ഏലിയാവിൻ്റെ കാലത്തെ ശക്തി ഞങ്ങൾക്കറിയാം, അത് യഹോവയുടെ ആത്മാവായിരുന്നു. ഏലീശയുടെ കാലത്തെ ശക്തി അറിയാം,
അത് ഇരട്ടി പങ്കുള്ള അഭിഷേകമായിരുന്നു. നിങ്ങളുടെ ശക്തി ഏതാണ്? നിങ്ങൾ ഏത് നാമത്തിലാണ് ഇത് ചെയ്തത്? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില നാമത്തിൽ ചില കാര്യങ്ങൾ നടക്കും. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ ഇത് നടക്കുന്നത്? അതിൻ്റെ കാരണം, അവൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് ക്രൂശോളം അനുസരണമുള്ളവനായെന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം കൊടുത്തു. അതുകൊണ്ട് ആ നാമത്തിൻ്റെ മുൻപാകെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും എന്ന് നമ്മളവിടെ വായിക്കും. ആ നാമത്തിൽ വിടുതലുണ്ട്. ആ നാമത്തിൽ ശക്തി വെളിപ്പെടും. ആ നാമം പറയുന്നിടത്ത് വിടുതലുണ്ട്. യേശുവിൻ്റെ നാമം ഉറച്ചു വിശ്വസിച്ച് അത് തന്നെ പറയുക, മടുക്കാതെ പറയുക. യേശുവിൻ്റെ നാമത്തിൽ T.L. ഓസ്ബോൺ എന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഇന്ത്യയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് DGS ദിനകരനാണ്. കാരുണ്യ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടിത്തറ കല്ലിടുവാൻ വരെ T.L. ഓസ്ബോണാണ് വന്നത്. ആ കാലത്ത് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ രോഗികളെ സൗഖ്യമാക്കിയ ദൈവദാസൻ. ഒരൊറ്റ മീറ്റിങ്ങിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ക്രൂസൈഡിൽ തന്നെ 300 മുടന്തന്മാരൊക്കെ ചാടി എഴുന്നേറ്റ സംഭവങ്ങളുണ്ടായ, വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പോയ സംഭവങ്ങൾ T.L. ഓസ്ബോണിൻ്റെ ചരിത്രത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഞാൻ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. മധുരയിൽ വെച്ച് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം, അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ ചോദിച്ചു, താങ്കൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കും? അദ്ദേഹം പറഞ്ഞു, 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, ഒരു രോഗി സൗഖ്യമാകും വരെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി 1000 പ്രാവശ്യമാണ് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമെങ്കിൽ, 1000 പ്രാവശ്യം പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ 999 കൊണ്ട് നിർത്തില്ല, 1000 പ്രാവശ്യം തന്നെ പ്രാർത്ഥിച്ചിരിക്കും. അതിൻ്റെ അർത്ഥം, അതിനൊരു കണക്കില്ല, സൗഖ്യമാകും വരെ. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. അതിനെ ഒട്ടും സംശയിക്കാതെ ആ നാമത്തിൽ അത് പറയുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, നസ്രേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുക. യേശുവിൻ്റെ നാമത്തിൽ മലയോട് പറയുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ രോഗത്തോട് പറയുക. സാമ്പത്തിക ദാരിദ്ര്യങ്ങളോട് പറയുക, ഞെരുക്കങ്ങളോട് പറയുക, പ്രയാസങ്ങളോട് പറയുക, ശൂന്യതകളോട് സംസാരിക്കുക. കാരണം ഈ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. എല്ലാവരും ഈ വാക്ക് അനുസരിക്കും. അവൻ്റെ വാക്കനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്ന്, അവൻ്റെ വാക്കനുസരിക്കാത്തവർ ഛേദിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. യേശുവിൻ്റെ നാമത്തിൽ, ഏത് നാമം കൊണ്ടോ, ഏത് ശക്തി കൊണ്ട്, യേശുവിൻ്റെ നാമം കൊണ്ട്. അടുത്തത് ശക്തി ഏതാണ്? ഉയരത്തിലെ ശക്തി. യേശുവിൻ്റെ നാമവും ഉയരത്തിലെ ശക്തിയും ഒരുമിച്ച് സമ്മേളിക്കുന്നിടത്ത് വിടുതലുകൾ നടക്കും. ജനങ്ങൾ ഒരുമിച്ച് കൂടും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇതിനകത്ത് നിന്നുകൊണ്ട് കർത്താവിനെ വിശ്വസിക്കുവാൻ, ഇനിയും നമ്മുടെ വീടുകളെ മാറ്റിമറിക്കാൻ ഇനിയിടയാകട്ടെ. നമ്മുടെ വീട്ടിൽ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ഇനി 10,000 പ്രാവശ്യം പറഞ്ഞാലേ സൗഖ്യമാകുമെങ്കിൽ 10,000 പ്രാവശ്യം പറയണം. അല്ലാതെ ഞാൻ 10 പ്രാവശ്യം പറഞ്ഞു നോക്കി, പിന്നെ വേറൊരു ദൈവദാസം വന്ന് ഒരു 15 പ്രാവശ്യം പറഞ്ഞു നോക്കി. ഇല്ല. ഈ നാമത്തിൽ വിടുതലുണ്ടെങ്കിൽ വേറെ മാർഗമില്ല. മറ്റൊരുത്തലും രക്ഷയില്ലെങ്കിൽ, നമ്മുടെ വീട്ടിലെ ഒരു സാധനം
അഴിക്കണം. അതിൻ്റെ സ്ക്രൂ ഊരിയെടുക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സ്ക്രൂ ഡ്രൈവർ മാത്രമേ അതിന് പറ്റുമെങ്കിൽ നമ്മളത് അഴിയും വരെ നോക്കത്തില്ല. നമ്മൾ അത് വെച്ച് വേറെ ഒന്നും വെച്ച് പരിശ്രമിക്കില്ല. ആ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ തന്നെ ഉപയോഗിച്ച് അതിനെത്തിരിക്കും. ഉറപ്പാണ്. ഇത് അഴിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇത്. ഈ സ്ക്രൂവിന് പറ്റിയ കറക്റ്റ് കമ്പനി ഇറക്കുന്ന സംഭവമാണ് എന്ന് പറയുന്ന പോലെ തന്നെ രോഗസൗഖ്യത്തിന് ഇത് മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ നാമം, ആ അത്ഭുത ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും യേശുവിൻ്റെ നാമവും ഒരുപോലെ കൊണ്ടുപോകുന്നിടത്ത് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു. അതാണ് ശക്തി. അടുത്തത്, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. ആ നാമവും ശക്തിയും, ഈ രണ്ടും ഒരുപോലെ നമ്മൾ ഉപയോഗിക്കണം. വർഷങ്ങളായിട്ട് വിശ്വാസത്തിലാകുമ്പോൾ പിന്നെ നമ്മളിത് കേട്ട് 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 പഴകിയതുകൊണ്ട് ഇതിന് വലിയ മൂല്യം കൊടുക്കാത്തൊരവസ്ഥ വരും. നമ്മളതിന് ഇതിന് പകരം വേറെ പലതും തപ്പി നടക്കുമ്പോൾ മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന സത്യം, ആകാശത്തിൻ്റെ കീഴെ വേറെ നാമമില്ലെന്നുള്ള സത്യം അറിഞ്ഞു തന്നെ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിക്കും ഒരുപോലെ നാം മുൻതൂക്കം കൊടുക്കുമെങ്കിൽ അത്ഭുതങ്ങൾ നമ്മുടെ വീട്ടിൽ നടന്നിരിക്കും. ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ചോദിക്കുന്ന ഏത് ശക്തി കൊണ്ട്, ഏത് നാമത്തിലാണ് ഇത് ചെയ്തത്? ഞങ്ങൾക്കറിയണം ഇത് ഏത് നാമത്തിലാണ്. അടുത്ത ദിവസം പത്രോസ് പറയുന്ന ബാക്കി നമുക്ക് ചിന്തിക്കണം. അപ്പോൾ ദൈവശക്തിയും യേശു ക്രിസ്തുവിൻ്റെ നാമവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിരിക്കണം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. നമുക്ക് വിശ്വസിക്കാം, കർത്താവിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും യേശുവിൻ്റെ നാമമെന്ന അധികാരത്തിലും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും വിടുതൽ ഉണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി എന്തെന്ന് ഇവർ തന്നെ ഇവരുടെ സാഹചര്യത്തിൽ വെളിപ്പെടുത്തട്ടെ. യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി എന്താണെന്ന്, പരിമിതികളില്ലാത്ത ഏത് കോട്ടകൾ ഇടിക്കുന്ന ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണെന്നുള്ളത് ഈ മക്കൾ ഈ ദിവസങ്ങൾ തിരിച്ചറിയട്ടെ. വർഷങ്ങളായിട്ടുള്ള ചില അസാധ്യതകളെ ദൈവവചനവും യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് ഇവർ തകർത്ത് കളയട്ടെ. എല്ലാ കോട്ടകളും ഇടിയട്ടെ. ഇവർക്ക് മുൻപിലുള്ള പ്രതിബന്ധങ്ങൾ മാറട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തിക്കായി മക്കളെ ഉപയോഗിക്കണം. വലിയ വഴികളും വാതിലുകളും തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. മറ്റൊരുത്തലിന് രക്ഷയില്ല. യേശുവിൻ്റെ വചനത്താലും യേശുവിൻ്റെ നാമത്താലും, അല്ലെങ്കിൽ യേശുവിൻ്റെ ആത്മാവിനാലും യേശുവിൻ്റെ നാമത്താലും വലിയ ജയത്തെ നമുക്ക് ദൈവം വെച്ചിരിക്കുകയാണ്. ആ ആയുധങ്ങൾ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.